Yes, of course. We will do immediately, Frank. Memory bank very important for research. We have to create individual data for all our clients. Memory bank നമ്മുടെ റിസർച്ചിന് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ബിസിനസ് ഇനിയും വലുതാകും. Yes, of course. France, Russia, America, Japan develop this kind of memory bank research. ഇതിന്റെ റിസർച്ച് നമ്മൾ എന്തായാലും ഇന്ത്യയിലും സ്റ്റാർട്ട് ചെയ്യണം. We have to start the procedure immediately. അതിനുവേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. ആ 1 minute, Frank. I will get back you. എപ്പോ നോക്കിയാലും ജോലി ജോലി ജോലി. എപ്പോ നോക്കിയാലും ലാപ്ടോപ്പ് ബോർഡ് മീറ്റിംഗ്. എന്റെ കൂടെ കുറച്ചെങ്കിലും ടൈം സ്പെൻഡ് ചെയ്തൂടെ അച്ഛാ? വെരി ഇമ്പോർട്ടന്റ് മീറ്റിംഗ്. അതുകൊണ്ടല്ലേ. ഭക്ഷണം കഴിച്ചോ? ഇല്ല. മരുന്ന് കുടിച്ചോ? എനിക്ക് ഓഫീസിന് ടൈമായി. കാർത്തിക് വരെ വെയിറ്റ് ചെയ്യാ. ഞാൻ ഓഫീസിൽ പോയിട്ട് കഴിച്ചോളാം. പറയുന്നൊന്നും കേൾക്കില്ല അല്ലേ? ഓക്കെ, ലവ് യു, ബൈ. ലവ് യു. മരുന്ന് മറക്കാതെ കഴിക്കണം. ഭയങ്കര കെയറിംഗ്. ബൈ. ഇവളെ കാണുമ്പോഴൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഇളയരാജയുടെ പാട്ടാ. രാജ സാർ എന്നും രാജ സാർ തന്നെയാ. എന്താ കാർത്തിക്, ഭയങ്കര ഹാൻസം ആയിട്ടുണ്ടല്ലോ. ആര്? ഞാനോ? നീ തന്നെയാടാ. നീ എന്താ കളിയാക്കുകയാണോ? ഈ ഷർട്ട് ഞാൻ മുന്നേ ഇട്ട് നീ കണ്ടിട്ടേ ഇല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞാലെങ്കിലും നീ എന്നെ ഞാൻ സുന്ദരിയാണെന്ന് പറയുമല്ലോ. നീ വേസ്റ്റ് ഫെലോയാടാ. അയ്യോ ദൈവമേ, ഞാൻ വേസ്റ്റ് തന്നെ ആയിക്കോട്ടെ. ഓഫീസിൽ പോകാൻ സമയമായി. പോയാലോ? കേറ്. പോവാം. നമ്മുടെ പ്രസ് ഓഫീസ് നമ്പർ 1 പൊസിഷൻ നമ്പർ 2 വന്നു. എന്താ കാരണം? എനി ഐഡിയാസ്? എന്തായിരിക്കും സർ? നിന്നെ പോലെ ആളുകളെ ജോലിക്ക് വെച്ചേക്കൊണ്ടാ. നീ നിന്റെ ജോലി നോക്ക്, ഞാൻ എന്റെ ജോലി നോക്കാം. ചേർന്നിട്ടുള്ള വാമോനെ, ദിവസം കഴിയുന്തോറും നിന്റെ ലുക്കം കൂടി വരികയാണല്ലോ. വെറുതെ നാട്ടിലേക്ക് പോയതാ. അവൻ ആരെയോ വളയ്ക്കാൻ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നേ. ചേട്ടാ, ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. നിങ്ങളെ പോലെ ഒറ്റയ്ക്കൊന്നും അല്ല. എടാ നിന്നെ ഞാൻ ഹായ്ടാ. ഇരിക്കടാ. ഓയ്, എന്താടാ? ഒന്നുമില്ല, ചുമ്മാ സംസാരിച്ചോണ്ടിരുന്നയാ. എന്തോ നമ്മളെ രണ്ടുപേരെ പറ്റി പറയുന്നല്ലോ തോന്നിയല്ലോ. അയ്യോ, ഞാനോ? എന്തിനാടാ? അയ്യോ, എന്നെ വിട്ടേക്ക്. ഹലോ. ഗോസിപ്പ് റെഡിയൊക്കെയാണല്ലേ? എടാ, ഞാനിവിടെ സംസാരിക്കുമ്പോ നീ ബിസ്ക്കറ്റ് കഴിക്കുകയാണോ? തീസിസ് പേപ്പർ എവിടെയാണെന്ന് ചോദിക്കുമല്ലോ. ഇത് വെച്ച് ഇവനെ കുത്തി കൊല്ലണം. ഗുഡ് മോർണിംഗ് സർ. ഓഫീസിലേക്കോ ലേറ്റ്, ഇപ്പൊ മീറ്റിംഗ് ആണെങ്കിലോ അതും ലേറ്റ്. ചെല്ല്. പോടാ സൈക്കോ. ഓൾമോസ്റ്റ് എല്ലാവരുടെ ട്രെയിനിങ്ങും 2 months കഴിഞ്ഞു. ഇനിയും 1 മാസം കൂടിയേ ഉള്ളൂ. പക്ഷേ ആർക്കും ഒരു കേസ് എടുത്ത് അനലൈസ് ചെയ്യാൻ പോലും അറിയുന്നില്ല. ഒരു റിപ്പോർട്ടറിന് വേണ്ട ബേസിക് ക്വാളിറ്റീസ് പോലും ഇവിടെ ആർക്കും ഇല്ല. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ദിവസേന ഓഫീസിലേക്ക് വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് പോകുന്ന വിചാരിക്കുകയാണോ? വിത്തിൻ 1 month അതിന്റെ കേസ് എടുത്ത് അത് അനലൈസ് ചെയ്ത് അതിന് തീസിസിന്റെ ടേബിൾ ഉണ്ടാവണം. മീറ്റിംഗ് ഓവർ. താങ്ക് യു. അശ്വിനി, ദിസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഇനി ലേറ്റ് ആവരുത്. ഓക്കെ സർ. നീയാണോ? എന്താ പേടിച്ചു പോയോ? വഴക്ക് വാങ്ങിയ ദേഷ്യത്തിലിരിക്കണം. വീണ്ടും എന്നെ ദേഷ്യപ്പെടുത്തരുത് കേട്ടോ. എന്താ? എന്ത് പറ്റി? പ്രസ് ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് 3 മാസമായി കാർത്തി. ഇപ്പോഴും ഒരു കേസ് പോലും എടുത്ത് അനലൈസ് ചെയ്യാൻ അറിഞ്ഞിടുന്ന വഴക്കുറയാ. ഈ മന്ത് എന്തിനു മുന്നേ ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യണമെന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാർത്തി.
അത്രയല്ലേ ഉള്ളൂ, ഞാൻ നോക്കിക്കോളാം വീട്. നീ നോക്കാന്നോ? അതേന്നെ. സത്യമായിട്ടും? നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ ചിറ്റപ്പൻ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ SI ആണ്. Okay. എന്തായാലും കുറെ പെൻഡിങ് കേസസ് ഉണ്ടാവും. വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീസിസ് ചെയ്യാം. നീ ഫ്രീ ആയിട്ടിരിക്കും, നമുക്ക് നോക്കാം. സൂപ്പർഡാ. അങ്ങനെയാണെങ്കിൽ ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? നിനക്കല്ലാതെ ഞാനിതൊക്കെ ആർക്ക് ചെയ്യാനാ? അപ്പൊ ഓക്കെ. ആ എടാ കാർത്തി, എന്താണ് വിശേഷം? സുഖം തന്നെ, നിങ്ങൾക്കോ? ആ അങ്ങനൊക്കെ പോന്ന്. വന്നിട്ട് ഒത്തിരി നേരമായോ? ഇല്ല, ഞാനിപ്പോ വന്നേ ഉള്ളൂ. കഴിക്കാൻ എന്താ വേണ്ടേ? എന്തെങ്കിലും ഒന്ന് പറ. 2 കോൾഡ് കോഫി. ഓക്കെ സർ, 2 minutes. ആ ഡേ കാർത്തി, നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായടാ. അതെ ചിറ്റപ്പ, ഓഫീസിലെ കുറച്ച് പണികൾ അധികമായിരുന്നു, അതുകൊണ്ട് ബിസി ആയി പോയി. എന്താ ചിറ്റപ്പ, നിങ്ങൾക്ക് ഇപ്പോഴും ദേഷ്യമാണ്? ഡേയ്, എന്നെ പറ്റി നിനക്കറിയില്ലേ? ഞാൻ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് മിണ്ടാതിരുന്നിട്ടുണ്ടോ? ഇല്ലില്ല. എന്ത് പറയാനാ, എന്തോ ഞാനും നിന്റെ അച്ഛനായിട്ടല്ലേ വഴക്ക്. കുടുംബത്തിൽ ഇതെല്ലാം ഉള്ളയാടാ, വീട്ടുകളാ. ആ എന്താ ഇതിൽ 20 വർഷത്തെ കേസ് ഡീറ്റെയിൽസ് ഉണ്ട്. നിനക്ക് ഏത് ഇഷ്ടമാണോ അതെടുത്തോ. പ്രധാനപ്പെട്ട കാര്യം, ഇത് ഞാൻ തന്നതാണെന്ന് വേറെ ആരും അറിയാൻ പാടില്ല. അറിഞ്ഞാ പ്രശ്നമാവും. ഉറപ്പായിട്ടും ഞാൻ നോക്കിക്കോളാം. അതെ കാർത്തി, ആ ഇതാർക്കാ നിന്റെ പെണ്ണാ? ഡേയ് ഡേയ്, എല്ലാം എനിക്കറിയാവടാ, ഞാൻ പോലീസുകാരനാടാ. നിങ്ങൾ പൊളിയാണല്ലോ. ഇത് ഹൈവേയില് 2 വർഷം മുമ്പ് നടന്ന ഒരു ആക്സിഡന്റ് ആണ്. ഇതില് 3 പേര് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. ആ കേസ് അങ്ങ് വിഡ്രോൾ ആയി. നെക്സ്റ്റ് എടുക്ക്. ഇതാണ് പെൻഡിങ് കേസ്. ഇതിൽ 5 സ്കോഡ് ഇട്ട് നോക്കിയായിരുന്നു. ഇതുവരെ ഇത് ആരാ ചെയ്തതെന്ന് അറിയില്ല. നെക്സ്റ്റ് എടുക്ക്, പറയാം. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. പറഞ്ഞോളൂ മുരുക. കസ്റ്റംസ് ഓഫീസറുടെ മോളെ തട്ടിക്കൊണ്ടുപോയി സാർ. എപ്പോ? ഇന്ന് രാവിലെയാണ് സാർ. എവിടെ വെച്ച്? എടപ്പള്ളി എന്നാ സാറേ. അങ്ങനെയാണോ? ശരിതാ വരുന്നു, ഉടനെ വരാം. ചിറ്റപ്പ എന്തു പറ്റി? ഒന്നുമില്ല, ഇച്ചിരി അർജന്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ പെട്ടെന്ന് പോവാ. കോഫി നീ കുടിക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വിളിക്ക്. 10 മിനിറ്റ് ഫ്രീ ആയിട്ട് വിടത്തില്ല. സർ, ആരെയാ കാണണ്ടേ? സർ, ആരെയാന്ന് പറയൂ, ആരെയാന്ന് പറയൂ. ഏയ്, ഡാ, ആരാടാ ആരാടാ എഡിറ്റർ? എഡിറ്റർ? ഏ? ഏയ്, ആരാടാ എഡിറ്റർ എന്ന്? എഡിറ്റർ? ഏയ്, ഡാ, ആരാടാ വിളിക്കടാ എഡിറ്റർ? ഡാ, ഇരിക്കടാ. ആരാ വേണ്ടത്? ഹലോ, ഡാ, ആരെയാ കാണണ്ടേ? ഡേയ്, നീ എഡിറ്റർ എഡിറ്റർ നീയാണോ? ഇല്ല. അല്ലല്ലോ, മിണ്ടാടോ വാ. എന്താ സാർ പറ്റിയേ? കുഞ്ഞ് കരയുന്നു. കളിയാക്കാതെ സാർ, എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലല്ലേ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. പ്രശ്നം എനിക്കല്ല, നിങ്ങൾക്കാണ്. എന്റെ നേതാവിനെ പറ്റി തെറ്റിദ്ധാരണയായിട്ട് പറഞ്ഞത് ആരാടാ? റൈറ്റ്, പ്രശ്നം തുടങ്ങിയെന്ന് തോന്നുന്നു. നേതാവിന് സെറ്റപ്പ് ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. നിനക്കെന്താണ് പ്രശ്നം? സാർ, ബഹളം വെക്കല്ലേ സാർ. CEO വരുന്ന സമയമായി. എന്തായാലും സംസാരിച്ചു തീർക്കാം. ഇത്തിരി ഒന്ന് ക്ഷമിക്ക്. One second. എന്താ പ്രശ്നം? നീയാണ് CEO അല്ലേ? ഒറ്റൊരു ഫോൺ കോൾ മതി, ഈ ഓഫീസ് ഉണ്ടാവില്ല. എന്താ കാണോ? എന്താ പറഞ്ഞേ? നിനക്ക് ഞാൻ 2 മിനിറ്റ് സമയം തരാം. നീ ആർക്ക് വേണേലും ഫോൺ ചെയ്തോ. എന്തിന്? നിന്റെ നേതാവിനെ വേണമെങ്കിലും വിളിച്ചോ. ഈ പ്രസ് ഓഫീസ് പോട്ടിക്കൊന്ന് പറഞ്ഞല്ലേ? രേഖ, ബാങ്കിൾ അത് ചെയ്യും. ഇല്ലെങ്കിൽ ഈ വളയെടുത്തിട്ടോ. ഹലോ നേതാവേ, എവിടെയുള്ള നീ? ഇവിടെ ഉണ്ട് നേതാവേ, പ്രസിഡന്റ് ഓഫീസില്. ആരോട് ചോദിച്ചിട്ടാ പ്രസ് ഓഫീസിലേക്ക് പോയത്? ഓൾറെഡി ആ പെണ്ണുമ്പിള്ള നമ്മുടെ പാർട്ടിയെ താറടിച്ചോണ്ടിരിക്കുക. നിങ്ങൾ രണ്ടുപേരും മാത്രം പോയിട്ട് അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുവാണ്. എന്താ നേതാവേ? ആദ്യം അവിടെ നിന്ന് പോരാൻ നോക്കടാ. നിങ്ങൾക്ക് തന്ന 2 മിനിറ്റിൽ 1 മിനിറ്റ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. ഇനി 1 മിനിറ്റേ ബാക്കിയുള്ളൂ. മര്യാദക്ക് ഇവിടം വിട്ടു പൊക്കോ, അതാ നിങ്ങൾക്ക് നല്ലത്. എന്താടേ, നിന്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ടല്ലോ. വെളി പോടാ. എന്താട്ടാ ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഹലോ രേഖ. ഹായ് അശ്വിനി, പറയേ. കാർത്തിക് ഓഫീസിലുണ്ടോ?
ഇല്ലല്ലോ, ഇന്ന് വന്നിട്ടില്ല. 3 മണിക്ക് അവൻ ചിറ്റപ്പനെ കാണുവാൻ പോകുന്നാ പറഞ്ഞിരുന്നേ. എവിടെ പോയെന്ന് അറിയില്ല. ഫോൺ ചെയ്താലും എടുക്കുന്നില്ല. എന്ത് പറ്റി? എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആണോ? അതെ, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ശരി ശരി, ഞാനെന്നാ അവൻ വന്ന ഉടനെ നിന്നെ വിളിക്കാൻ പറയാം. ഓക്കെ. ഓക്കെ, ബൈ ബൈ. എവിടെ പോയി കാണും? ശ്ശേ. കാർത്തിക്, ഇവനെ ഇങ്ങനെ നോക്കേണ്ടി വന്നല്ലോ. ഷോ, ഇപ്പൊ ഇവനെ അകത്തേക്ക് വിളിക്കൂലോ. എല്ലാരും കൊടുത്തു, ഞാൻ മാത്രം ഇപ്പോ. ഷോ, ഓ, എന്താ ചെയ്യാ ഞാനിപ്പോ? ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, Sorry ഡി. എന്താ കാർത്തിക്? ഇതാ എന്ത് കേസാ ഇത്? പോയി സബ്മിറ്റ് Reject ആവില്ലല്ലോ. റിജക്റ്റ് ആവില്ല. ഓക്കെ, നീ പറയുന്നത് കൊണ്ട് അതുപോലെ ഞാൻ സബ്മിറ്റ് ചെയ്യാ. തിരിച്ചെന്തെങ്കിലും വന്നോണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലും. ശരി ശരി, സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ പോയി സബ്മിറ്റ് ചെയ്യ്. മനസ്സിലായല്ലോ, വഴക്കൊന്നും കേൾക്കില്ല. പോ. ഓക്കെ. ഹായ് സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുഴപ്പമില്ലല്ലോ. ഇത്രയും ദിവസം വെറുതെ ഇരുന്നതിന് നല്ലൊരു പ്രൊജക്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നീയും ഓഫീസിൽ വെറുതെ അല്ലേ ഇരിക്കുന്നത്? 1 or 2 ഡേയ്സിൽ ഞാൻ ചീഫിനോട് സംസാരിച്ച് അപ്രൂവൽ വാങ്ങിത്തരാം. ഓക്കെ സർ, താങ്ക് യു. ഐഡിയോടെ ബാഗിലായിരിക്കുന്നത് സർ. ഐഡിയ ഇല്ലാതെ ഓഫീസിലേക്ക് വരാൻ പാടില്ല. ഓക്കെ ഓക്കെ സർ. ഇവന് വേറെ ജോലിയില്ലല്ലേ? താങ്ക്സ് ടാ കാർത്തി. അല്ല, എന്ത് കേസാ കൊടുത്തത്? കൊടുത്ത ഉടനെ ഓക്കെ പറഞ്ഞു. ഐ എം സോ ഹാപ്പി. ശരി, ആ കേസിന്റെ സോഫ്റ്റ് കോപ്പി ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. നീ വായിച്ചു നോക്ക്. ഓക്കെ, Okay. ശരി, നോക്ക്. എന്തൊക്കെയാ പറയുന്നത് നോക്ക്. എന്തൊക്കെയോ കഥകൾ പറയുന്നു. നമ്മൾ ചോദിച്ച ഒരു പേപ്പർ പോലും എടുത്തരുത്തില്ല. അശ്വതി ചോദിച്ചാ അപ്പം തന്നെ എടുത്തു കൊടുത്ത്. ഡാ, നീ നിന്റെ പണി നോക്കടാ. അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ.
സമീത് എത്രയായി? ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കിയിരുന്ന നിന്റെ ശരീരം എന്താകും? മരുന്ന് കഴിച്ച് പാലും കുടിച്ച് കിടക്ക് പോയിട്ട്. അച്ഛാ ഞാൻ കുടിക്കാം, നിങ്ങൾ പോ. നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞത്. സമയമായി, വേഗം കുടിച്ചിട്ട് കിടക്ക്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ കുടിച്ചോളാം, നിങ്ങൾ പോയി ഉറങ്ങ, എനിക്ക് ജോലിയുണ്ട്. പെട്ടെന്ന് കുടിച്ചിട്ട് ഉറങ്ങ. ഗുഡ് നൈറ്റ്. അച്ഛാ അച്ഛാ അച്ഛാ, എന്ത് പറ്റി മോളെ? എന്തൊരു വൃത്തികെട്ട സ്വപ്നം അതുകൊണ്ടല്ലേ കണ്ടച്ചാ. നിങ്ങൾ പെട്ടെന്ന് ഉറങ്ങാൻ പറഞ്ഞേ. ഷിറ്റ്. ഇങ്ങനെ പറയുന്ന കാര്യം ഒന്നും കേൾക്കാണ്ടിരുന്ന് ഇങ്ങനെയൊക്കെയല്ലേ നടക്കുള്ളൂ. പാല് കുടിച്ച് മരുന്നും കഴിച്ച് കിടക്കാൻ പറഞ്ഞതല്ലേ ഞാൻ. എന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കാത്തത്? വാ, എഴുന്നേൽക്ക്, വന്ന് കിടക്ക്. ഇല്ല അച്ഛാ. വാ വാ എന്നല്ലേ പറഞ്ഞത്. വാ വാ, ശരീരം വെറുതെ പോക്കാനായിട്ട്. കിടക്ക്, ഇതാ വരാം. ഇതാ ഈ പാല് കുടിക്ക്. ആദ്യം ഗുളിക കഴിക്ക്. ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. സ്ലോ സ്ലോ കുടിക്ക്. മതി. ശരി, ഉറങ്ങിക്കോ. എന്താ മോളെ ഇത്? വേഗം ഉറങ്ങിക്കോ. പറയുന്നതും കേൾക്കത്തില്ല. എന്ത് പ്രശ്നമായിട്ടാ? എന്താ പറ്റിയെന്നറിയില്ല. എക്സ്ക്യൂസ് മീ സർ. ഒരു പേരിൽ ഇത്ര സ്പെല്ലിംഗ് മിസ്റ്റേക്കോ? സാർ അത് മാത്രമാണ്. എടുത്തോണ്ട് പോ, വേറെ ടൈപ്പ് ചെയ്ത് കൊണ്ടുവാ. ഗുഡ് മോർണിംഗ് സർ. ആ. സർ, നിങ്ങളെ ഞാൻ 2 ദിവസം കൊണ്ട് ട്രൈ ചെയ്യാണ്, നിങ്ങൾ കോളേ എടുക്കുന്നില്ല. അതാ തീസിസ് റിപ്പോർട്ട് ഇല്ലേ സർ, അത് അപ്രൂവ് ചെയ്താന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വന്നതാ. അയ്യോ, ഞാൻ എന്നോട് പറയാനിരിക്കുമായിരുന്നു. ഈ കേസ് അവർ അപ്രൂവ് ചെയ്തില്ല. നീ വേറെ കേസ് എടുത്ത് ചെയ്തോ? ഓക്കെ അല്ലേ? സർ, നിങ്ങളല്ലേ ഇത് ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞത് സർ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെ, ഞാൻ പറഞ്ഞു. പക്ഷെ ചീഫ് ഇത് അപ്രൂവ് ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്യാനാ പറയും? അതുമല്ല, ഇത് പഴയ കേസാ. എന്തെങ്കിലും പുതിയ കേസ് എടുത്ത് ചെയ്തൂടെ? ഇതൊക്കെ ചെയ്യാൻ പോയിട്ട് നാളെ എന്തെങ്കിലും പ്രശ്നം വന്നല്ലേ പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. സർ, നമ്മുടെ പ്രസ് കാണാത്ത പ്രശ്നങ്ങളാണോ സർ? എന്താ സർ, ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങളല്ലേ പറഞ്ഞത് സാറേ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നേ? അതെ, പോലീസിന് ഈ കേസ് ചെയ്യാൻ പറ്റുന്നത് കൈവിട്ടതാ. പിന്നെ ഇത് ചെയ്യാൻ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാലേ ഹയർ ഓഫീഷ്യൽസ് ഞാൻ വേണം ഉത്തരം പറയാൻ. പറഞ്ഞ മനസ്സിലാക്ക്. വേറെ കേസ് എടുത്തോ. സർ പ്ലീസ് സർ, എനിക്ക് വേണ്ടി ഒരു തവണ ഒന്ന് സംസാരിച്ചു അതെ, നോക്കാമോ? നിനക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ ഞാനാണോ ശരി, അല്ലെങ്കിൽ നീയാണോ? സർ ചെല്ല്, വേറെ എന്തെങ്കിലും കേസ് എടുത്ത് ചെയ്യാൻ നോക്ക്. വെറുതെ ശല്യം ചെയ്യാതെ. സർ 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 പ്ലീസ് സർ. നീ എന്താ ചെറിയ കുട്ടിയാണോ? ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചെല്ല്, വേറെ എന്തെങ്കിലും കേസ് എടുക്കാൻ നോക്ക്. സർ ഹലോ കാർത്തിക്, എവിടെയുള്ളത്? ഞാനിപ്പോ പുറത്താ. അശ്വിനി, നീ എവിടെയുള്ളേ? ഓഫീസ് വന്ന് എന്നെ പിക്ക് ചെയ്യാമോ? ഓഫീസിലോ? ശരി, ഓക്കെ. ഞാൻ വീട്ടിൽ പോയിട്ട് റിഫ്രഷ് ആയിട്ട് നിന്നെ വന്ന് പിക്കപ്പ് ചെയ്തോളാം. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ, ബൈ. ശരി, ഞാൻ പോട്ടെ. കാർത്തിക്, വീട്ടിൽ കേറിട്ട് പോ. ഏയ്, അച്ഛനില്ലേ ഇവിടെ? അച്ഛനൊന്നും വീട്ടിലില്ല, നൈറ്റ് ഡ്യൂട്ടി. അദ്ദേഹത്തിന് ഏതോ ഹോസ്പിറ്റലിൽ എമർജൻസി ഡ്യൂട്ടി എന്നാ പറഞ്ഞത്. സോ ഒരു പ്രശ്നമില്ല, വാ. അച്ഛൻ വീട്ടിലില്ലെന്നോ? ശരി മോനെ, ഓക്കെ ഓക്കെ. ഏയ്, എന്താ നീ തനിയെ ഭ്രാന്തനെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന? വാടാ. ദേ ഞാൻ വന്നു. കാർത്തിക്, ആ 2 minutes. ഓക്കെ. ഇന്ന് എങ്ങനെയെങ്കിലും പ്രപ്പോസ് ചെയ്യണോടാ. കമോണ്ടാ കാർത്തി.
ഏയ് അയ്യോ, ഞാനിപ്പോ എങ്ങനെയാതൊന്ന് പറയാ? ചോ ഏയ് ഏയ് ഒന്നുമില്ലടി, വേണ്ട വേണ്ട. ഒറ്റ തവണ. ഏയ് പോടാ. ഏയ് ഏയ് ആരാ? എന്താ ആരോ ഉള്ളത് പോലെ തോന്നുന്നു. അശ്വിനി, അശ്വിനി, എന്താ പറ്റിയേ? കാർത്തിക്, അശ്വിനി, ഏയ് കാർത്തിക്, എന്താ പറ്റിയേ? അവിടെ എന്താ? ആരുണ്ടെന്നോ? ഏയ് ഇവിടെ ആരുമില്ലടി. ആരുണ്ട്? അവിടെ ആരും ഇല്ല അശ്വിനി. ശരി, നീ ഇവിടെ ഇരിക്കി. എന്താ പറ്റിയേ? പറ. ഒന്നുമില്ല. നീ ഒന്ന് കൂളാവൂ. ഓക്കെ, കാം ഡൗൺ പ്ലീസ്. റിലാക്സ്. ജസ്റ്റ് കാം ഡൗൺ. ഓക്കെ, അവിടെ ആരും ഇല്ല. എന്താ അശ്വിനി, 12 മണിയാവാൻ ഇനി 1 മണിക്കൂറേ ഉള്ളൂ. നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചതാ. നീ ആണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വന്നിരിക്കുന്നു. ശരി, ഇത് നോക്ക്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. രാവിലെ നോക്കാം നമുക്ക്. ഓക്കെ, നീ ഇപ്പൊ കിടന്നോ. ഓക്കെ ഓക്കെ. ഇതാ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. എന്ത് ഗിഫ്റ്റാ? നീ പിന്നെ തുറന്നു നോക്ക്. ശരി, നീ ഇപ്പൊ കിടന്നോ, റെസ്റ്റ് എടുക്ക്. ഞാൻ പോട്ടെ. ഓക്കെ. എൻ്റെ പേര് നന്ദിത എന്ന് ഈ ബുക്ക് എഴുതിയതിലൂടെ എല്ലാവരും അറിയപ്പെടുന്നു. ഇത് കൊടൈക്കനാലിൽ കോമണ്ണൂർ എന്ന സ്ഥലത്ത് നടന്നൊരു സംഭവമാണ്. കോമണ്ണൂർ എന്ന നാട്ടിൽ ദേവികയ്ക്കും കൃഷ്ണനും 2 പെൺമക്കൾ ഉണ്ടായിരുന്നു. മൂത്തവൾ സമുദ്ര, ഇളയാൾ ദേവകന്യ. ആ കുടുംബം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാവൽക്കാരൻ ജോലിക്ക് ഒരാൾ ചോദിച്ചു വന്നു. അവന്റെ പേര് സദാനന്ദൻ. ശരി എന്ന് പറഞ്ഞു കൃഷ്ണൻ അയാളെ അകത്തേക്ക് കൊണ്ടുവന്ന് സംസാരിച്ച് ജോലിയും കൊടുത്തു. നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ഇളയ മകൾ ദേവകന്യ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ താഴെ വീണ് തലയിടിച്ചു. അപ്പോൾ തന്നെ അവർ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം പെട്ടെന്നൊരു അലറൽ ശബ്ദം. ദേവിക, കൃഷ്ണൻ, സമുദ്ര എന്ന് 3 പേരും അലർച്ച കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. ദേവകന്യ എന്തോ കൊണ്ട് പേടിച്ചു പോയി. ദേവികയും കൃഷ്ണനും ചേർന്ന് ദേവകന്യയെ എങ്ങനെയൊക്കെയോ പറഞ്ഞു സമാധാനിപ്പിച്ചു. അലർച്ചയോടെ ഇരുന്ന ദേവകന്യ പെട്ടെന്ന് മയങ്ങി വീണു. ദേവിക, കൃഷ്ണൻ, സമുദ്ര ഇവർക്ക് 3 പേർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അന്നു മുതൽ കൃഷ്ണൻ ജനലിന്റെ അടുത്ത് നിന്ന് കാവൽക്കാരനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. കാവൽക്കാരനിൽ ചില മാറ്റങ്ങൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ ചിരിക്കുന്നു, പെട്ടെന്ന് തന്നെ കരയുന്നു, സ്വന്തമായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കൃഷ്ണൻ പിറ്റേന്ന് രാവിലെ തന്നെ കാവൽക്കാരനെ വിളിച്ചിട്ട് എല്ലാം ചോദിക്കാൻ തുടങ്ങി. 2 പേരും തമ്മിൽ വാഗ്വാദം മൂത്തപ്പോൾ കൃഷ്ണൻ കാവൽക്കാരനെ പിടിച്ച് പുറത്തേക്ക് തള്ളി. കാവൽക്കാരൻ ദേഷ്യത്തോടെ തിരിച്ചു നോക്കിയിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി.
പിറ്റേന്ന് രാത്രി 11 മണിക്ക് പെട്ടെന്ന് തന്നെ പവർ കട്ട് ഉണ്ടായി. പവർ ആരാ കട്ട് ചെയ്തെന്ന് നോക്കുമ്പോൾ അതിനടുത്ത് കാവൽക്കാരൻ നിൽക്കുന്നു. കത്തിയുമായിട്ടാണ് അയാളുടെ നിൽപ്പ്. കൃഷ്ണന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നു. ഇടിച്ചു കയറിയ അയാൾ രക്തം വീണുകൊണ്ട് തിരിച്ചു അതേപോലെ വരുന്നു. ആ സമയത്ത് പോയി നോക്കിയാൽ ദേവിക, കൃഷ്ണൻ, ദേവകന്യക 3 പേരും രക്തത്തിൽ കുളിച്ചകത്തേക്ക് കിടക്കുന്നു. ആ സമയത്ത് സമുദ്രം മാത്രം ജീവനും കൊണ്ട് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുന്നു. ഭാഗം 1. എന്ത് പറ്റിയിട്ടുണ്ടാവും? നമ്മുടെ തീസിസിനും ഇതിനും എന്തൊരു ലിങ്ക് ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. എന്തായിരിക്കും? ഹായ്, ഹായ്. നീ എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? എന്തായാലും നീ വിളിച്ചത് നന്നായി. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? ആ, നോ താങ്ക്സ്. നോ താങ്ക്സോ? ആ അതെ കാർത്തിക്, പിന്നീട് ഓർഡർ ചെയ്യാം. കാർത്തിക്, നീ ഒരു കേസിന്റെ സിനോപ്സിസ് തന്നില്ലേ? ആ അതെ. അതിനെപ്പറ്റി എന്താ നിനക്ക് തോന്നുന്നേ? അതിനെപ്പറ്റി എന്ത് വിചാരിക്കാനാ? അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവര് വേണ്ടെന്ന് പറയുന്നത് കൊണ്ട് കാർത്തിക് എനിക്കത് വീണ്ടും വീണ്ടും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നു. അത് ശരി. നീ ആ കേസ് എടുത്ത് ചെയ്ത് അതിന് ശേഷം അവർ വേണ്ടാന്ന് പറഞ്ഞാ നീ എടുത്ത എഫേർട്ടൊക്കെ വേസ്റ്റ് ആയി പോയില്ലേ? വേസ്റ്റ് ആയിട്ട് പോകില്ല കാർത്തിക്, നമുക്ക് അറിയാതെ ചെയ്യാം. ഇനി എങ്ങനെയും അറിഞ്ഞാ നിന്റെ ജോലി തന്നെ തെറിക്കും. പോണെങ്കിൽ അങ്ങ് പോകട്ടെ. ഈ കേസ് എടുത്ത് ചെയ്യുന്നതിന് റിപ്പോർട്ടറാണോന്ന് ആവശ്യമൊന്നുമില്ല. റിപ്പോർട്ടറിന്റെ ബുദ്ധി ഉണ്ടായിരുന്നാ മതി. നീ എന്താ തമാശ പറയണോ? ഈ ജോലി സംരക്ഷിക്കാൻ വേണ്ടി തീസിസ് ചെയ്യുന്നത് തന്നെ. നീയാണെങ്കിൽ ഈ കേസിന് വേണ്ടി ജോലി പോയാലും സാരമില്ലെന്നാണോ പറയുന്നത്? കാർത്തിക്, ഐ ഫീൽ ഇൻകംപ്ലീറ്റഡ്. നിനക്ക് എന്റെ വിഷമം മനസ്സിലാവുന്നില്ലേ? എന്റെ ലൈഫ് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് പോലെയാണ്. ആ ബ്ലാങ്ക് സ്പേസ് ആര് ഫില്ല് ചെയ്യില്ലെന്ന് ഓർത്തിട്ട് എന്നും വിഷമം തോന്നുന്നു എനിക്ക്. എന്താ നിനക്ക് മനസ്സിലാവാത്തത്? ഞാനും ഒരു തരത്തിൽ അതിന് കാരണമായില്ലേ? ഞാൻ എന്തിനു നിനക്ക് കേസ് തരണം? ഞാൻ എന്തിനാ ബുക്ക് തരണം? അതെന്നെ ഞാൻ ചോദിക്കുന്നേ. നീ എന്തിനാ ഈ ബുക്ക് എടുത്തോണ്ട് എനിക്ക് തരുന്നേ? അതേപോലെ തന്നെ ഞാൻ എവിടെ പോയാലും എവിടെ ഇരുന്നാലും ആരും എന്നെ ഫോളോ ചെയ്യുന്ന പോലെ ഉണ്ട് കാർത്തിക്. ഫോളോ ചെയ്യുന്നുണ്ടെന്നോ? ഇനി എങ്ങനെയോ പ്രേതോ പിശാചെങ്ങാനാവോ? ഞാൻ പറയുന്നതൊക്കെ നിനക്ക് തമാശയായിട്ട് തോന്നുന്നല്ലേ? എന്റെ ഫീലിങ്സ് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ? ശരി 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 ശരി, റിലാക്സ്, ചിൽ. വിട് കാർത്തിക്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഈ കേസ് എടുത്ത് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ശരി, നീ ചെയ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. നീ കരയുന്നത് നിർത്ത്. എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും നമുക്ക് ഓർഡർ ചെയ്താലോ? വിശക്കുന്നിടി. അശ്വിനി, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അയ്യോ, ടൈമായി. കാർത്തിക് വെയിറ്റ് ചെയ്തിരിക്കും. ബൈ ചാ. ഇവളെന്താ ഇങ്ങനെ ഭക്ഷണം കറക്റ്റായി കഴിക്കാതെ ശരീരം പോക്കുക? കണ്ടില്ല. 9 മണിക്ക് ഓഫീസിൽ വരണ്ടേന്ന് 9:30 മണിക്ക് വരുന്നു. അളിയന് പിക്കപ്പ് ഡ്രോപ്പ് ജോലി ഒരുപാടുണ്ടാവും, അതുകൊണ്ടാണ് ലേറ്റ്. വേറെ ജോലിയില്ലടാ നിനക്ക്? ഈ പ്രസ് ID കാർഡ് വേറെ ഒന്നിനും യൂസ് ആയില്ലെങ്കിലും പോലീസുകാർ പിടിക്കുമ്പോ നല്ലോണം യൂസ് ആവുന്നുണ്ട്. അതെ അതെ, ഞാനും ഒരു പ്രാവശ്യം ട്രാഫിക് പോലീസിന്റെ കയ്യിൽ പെട്ടതാ. ലൈസൻസ് ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. എവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഈ പ്രസ് ഓഫീസിലെ റിപ്പോർട്ടർ ആണെന്ന് പറഞ്ഞു ഉടനെ പൊക്കോളാൻ പറഞ്ഞു. അമ്മായിയമ്മന്റെ വീട്ടിലേക്കോ? പോടാ വീട്ടിലേക്ക്. ഹായ് അളിയ. അതുപോലെ കാർത്തിക്, എന്താ ചിരിക്കുന്നേ? പ്രസ് നെയിം യൂസ് ചെയ്യേണ്ട അടുത്തൊക്കെ യൂസ് ചെയ്യാതെ നിങ്ങൾ ആവശ്യമില്ലാത്ത സ്ഥലത്താണല്ലോ യൂസ് ചെയ്യുന്നത്. എന്താ ഈ പറയാൻ വരുന്നത്? ഒരു പ്രസിന്റെ പവർ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്താടാ, നീ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുക? നിനക്കെങ്കിലും അറിയില്ലേ? ഇന്നിനി എന്താണോ പറയാൻ പോകുന്നേ? ഈ പെന്നിനൊരു വാല്യൂ ഉണ്ട്. ഒരുത്തന്റെ തലയിലെഴുത്ത് മാറ്റി ചെയ്യുന്നത് ഈ പെന്നാണ്, അതേ തലയിലെഴുത്ത് ഇല്ലാതാക്കുന്നത് ഈ പെന്നാണ്. ഇത് ശരിക്കും മനസ്സിലാക്കുന്നവനെ നല്ല റിപ്പോർട്ടർ ആവാൻ പറ്റൂ. ആദ്യം അത് മനസ്സിലായിക്കോ. ഇവരുടെ കാര്യം പോട്ടെ നോക്കാം. നീയും ഇങ്ങനെ ആയാലോ? കാർത്തിക്, ആ ഞാൻ വരാം. പോയിണ്ടല്ലേ? നീ കളിക്ക്.
ടൈം എത്ര ശരി, ശരി, ശരി. എപ്പോഴാ ശരി, വരാൻ sorry. പറഞ്ഞ നീ ശരി, എപ്പോഴാ വാ. വരുന്നത്? സർ, യെസ്. ഈ ബുക്ക് എഴുതിയ ഓതറിന്റെ അഡ്രസ് വേണം സർ. ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ സർ? ഇതിൽ കുറെ പ്രോസസ് ഉണ്ട് മാഡം. ആളുകളെ വെച്ച് വേണം തിരയാൻ. ഇത് സാധാരണ കാര്യമൊന്നുമല്ല. അതും 10 കൊല്ലം മുമ്പുള്ള ബുക്കാണെന്നും പറയുന്നു. ഇതിനു മുമ്പ് ഒരു 4 പേര് വന്ന് പറഞ്ഞിട്ട് പോയി. ഇപ്പൊ തെരഞ്ഞു കണ്ടെത്തിയിട്ടുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യേ, നെക്സ്റ്റ് വീക്ക് വരൂ. ഓക്കെ? സർ കുറച്ച് അർജന്റായിരുന്നു, അതുകൊണ്ടാ. ആ, ഞാൻ പറഞ്ഞില്ല സാർ, കുറേ ജോലിയുണ്ടെന്ന്. അടുത്ത ആഴ്ച വരൂ, തിരഞ്ഞെടുത്ത് വയ്ക്കാൻ പറയാം. ഓക്കെ? വാ. ഓക്കെ, ഓഫീസിന് ടൈമായി. എന്താ മോളെ, ഓഫീസിലേക്ക് പോകണോ? ഭക്ഷണം കഴിച്ചിട്ട് പോ. എനിക്ക് ഓഫീസിന് ടൈമായി. കാർത്തിക് വരെ വെയിറ്റ് ചെയ്യാ. അല്ല, ഭക്ഷണം കഴിച്ച. അച്ഛാ ബൈ. അതൊന്നും കുഴപ്പമില്ല. ആ അതെ. ഹേയ്, ഇതല്ല ഹാപ്പി ആണെന്ന് തോന്നുന്നു. സർ, ആ ഒരു മിനിറ്റ്. ആ ആരത്? ആ ശരി. ആ ഒരു മിനിറ്റ് പറയേ. സർ, കഴിഞ്ഞ ആഴ്ച ഓതറിന്റെ അഡ്രസ് ചോദിച്ചിരുന്നില്ലേ? ആ അത്തൻ്റെ അഡ്രസ് അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യ്, നാളെ വരൂ. ഓക്കെ അല്ലേ? എടാ, എത്ര പറഞ്ഞാലും മനസ്സിലാക്കുന്നില്ല അവര്. സർ ഇത് തന്നെയല്ലേ സാർ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത്? ആ അതന്നെ നാളെയും പറയൂ. ചെല്ല്. ആ പറയടാ. എന്നിട്ട് നിനക്ക് കവർ വന്നു? എനിക്ക് വന്നില്ലല്ലോ. വന്നാ ജോലി തീർക്കും. അത് ഇല്ലല്ലോ. ഓ, അന്ന് വാങ്ങിയതിനെ കുറിച്ച് പറയുകയാണോ? നീ എപ്പോഴാ കണ്ടേ? സർ ആ ഇത് ഒന്ന് മനസ്സിലാക്കാൻ ഇത്രയും പെട്ടെന്ന് എടുത്തത് സാറേ. എടാ ഒരു മിനിറ്റ്. ഇത് ആദ്യമേ തന്നിരുന്നെങ്കിലേ എപ്പോഴേ ജോലി കഴിഞ്ഞേനെ. ഒരു മിനിറ്റ്. ഓക്കെ സർ. ഓക്കെ, നോ പ്രോബ്ലം. ആ പറയടാ. ആ അതെ. പിന്നെ എടാ, നീ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയില്ലട്ടോ. അതെ അതെ. ആരാ നിങ്ങള്? എന്താ ഇയാൾ വിളിക്കുന്നേ? ഇനിയിപ്പോ എന്താ പറയാ? മാഡം, റൈറ്റർ കാളിദാസൻ സാറുണ്ടോ? അദ്ദേഹത്തിന്റെ അടുത്തൊരു ബുക്കിനെ പറ്റി ചോദിക്കാനായിരുന്നു. അതാ. അതെയോ, ശരി, ഉള്ളിലേക്ക് വരൂ. വന്നോളൂ. സാറ്
പുള്ളി ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരാഴ്ചയായി മരിച്ചിട്ട്. ഓ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിനു മുമ്പ് തന്നെ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. മാഡം, ഞങ്ങൾ തെറ്റായിട്ടുള്ള സമയത്താണ് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ വേണമെങ്കിൽ പോയിട്ട് പിന്നെ വരാം. സോറി. ഇല്ല കുഴപ്പമില്ല. കാര്യം എന്താന്ന് പറഞ്ഞോളൂ. പറയൂ. ആ മാഡം, സാർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഇരിക്കണേ. പുള്ളിക്കാരൻ ധാരാളം ബുക്കുകൾ എഴുതി തീർത്തിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകം മാത്രം പുള്ളിക്ക് എഴുതി തീർക്കാനായില്ല. അതൊരു വലിയ വിഷമം തന്നെയായിരുന്നു പുള്ളിക്കാരന്. അതും ഒരു കാരണമായിരുന്നു. നിങ്ങൾക്ക് ഈ പുസ്തകം എഴുതി തീർക്കാൻ പറ്റുമോന്നും നോക്ക്. തീർച്ചയായിട്ടും മാഡം, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യും. താങ്ക് യു സോ മച്ച് മാഡം. ഒരുപാട് താങ്ക്സ്. ഇറങ്ങട്ടെ മാഡം. ഇതിനു വേണ്ടിയാ കാർത്തിക് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടെ. എങ്ങനെയോ കിട്ടിയല്ലേ ഈ കേസ് എങ്ങനെയെങ്കിലും. കാർത്തിക്, ഈ മോന്തയാണോ നോക്കിയേ? കാണിക്ക്. കാർത്തി, ഈ മുഖം തന്നെ ആശാനെ. കേസ് ഫയല്. ആ കേസ് ഫയല്, ആ ബുക്ക് എല്ലാം തന്നിച്ച് തിരിഞ്ഞു നോക്കാതെ പോയിക്കോ. ഇല്ലെങ്കിൽ കാർത്തി. പോടാ. ബാഗ് താടി. എടാ, കാർത്തിക്, കാർത്തിക്, വാ. മതി, മതി. അശ്വിനി നീ പോ. വേണ്ട. അശ്വിനി, അശ്വിനി. ഏയ്, എന്തു പറ്റി മോളെ? ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ലെങ്കിൽ ചെറിയൊരു ആക്സിഡന്റാ. ആക്സിഡന്റോ? പേടിക്കാൻ മാത്രം ഒന്നുമില്ല. റെസ്റ്റ് എടുത്താൽ ശരിയായിക്കോളും. നിങ്ങൾ ശ്രദ്ധിക്കണേ അങ്കിൾ. അശ്വിനി, ഞാൻ വരട്ടെ. അങ്കിൾ, ഞാൻ വരട്ടെ. എന്ത് പറ്റിയടാ? സൂക്ഷിച്ചു പോണ്ടേ? ഒന്നുമില്ല അച്ഛാ, ചെറിയൊരു ആക്സിഡന്റാ. വിട്. എനിക്ക് എത്ര വിഷമമായിന്നറിയോ? വാ, മുകളിലേക്ക് പോ.
അവരാരായിരിക്കും? ആരാ ആരാ? ഈ നമ്പർ ഡാ, എന്തായി കാര്യങ്ങള്? ആ ബുക്കും കേസ് ഫയലും നിങ്ങൾക്ക് കിട്ടിയോ? ആരാ? ഈ വോയിസ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. വളരെ ഫെമിലിയർ വോയിസ് ആണല്ലോ. എവിടെയാ കേട്ടത്? സീനിയർ റിപ്പോർട്ടറിന്റെ നമ്പറോ? ഇവരുടെ അടുത്ത് എങ്ങനെയാ കിട്ടിയേ? പറയ് കാർത്തിക്. അശ്വിനി, നീ എവിടെയുള്ള? പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് വാ. എന്ത് പറ്റി കാർത്തിക്? എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യമാണോ? ഈ ടൈമിൽ ഓഫീസിൽ വരാൻ പറയുന്നു? വരാനല്ലേ പറഞ്ഞേ, നീ വാ. ശരി, വരാം. എന്ത് പറ്റി കാർത്തിക്? എന്തിനാ നീ അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ മോഷ്ടിച്ചു പോയില്ലേ, അത് ആരാണെന്ന് കണ്ടുപിടിച്ചു. എന്താ പറയുന്നേ? ആരായാലും വെറുതെ വിടാൻ പാടില്ല കാർത്തിക്. ഓ, ആരാണെങ്കിലും ഓക്കെ ആണോ? അതെ, ആരായാലും. ഇനിയെങ്ങാനും നിന്റെ അച്ഛനാണെങ്കിലോ? വാട്ട്? എന്റെ അച്ഛൻ എന്തിനാ ചെയ്യണേ? നീ അത് പറയേണ്ടത്. ഇല്ല കാർത്തിക്, നീ വെറുതെ കള്ളം പറയാ. എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഓ, ഞാനാണോ കള്ളം പറയുന്നത്? അപ്പൊ ഇവൻ പറഞ്ഞ നീ വിശ്വസിക്കോ? സർ. ഏയ് 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 പറയടാ, സത്യം തുറന്നു പറയടാ. നിന്റെ അച്ഛൻ രാജേന്ദ്രനാണ് ഇതെല്ലാത്തിനും കാരണം. അച്ഛനോ? എന്തിനു ചെയ്തെന്ന് എനിക്കറിയില്ല. ഈ കേസെടുത്ത് ചെയ്യുമ്പോ ഞങ്ങളെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അത് മാത്രല്ല, ഞങ്ങൾ ഈ കേസ് എടുക്കാൻ പാടില്ലെന്ന് സ്റ്റാർട്ടിങ്ങിലോട്ട് തടഞ്ഞത് അവരാണ്. ഏയ്, കള്ളം പറയരുത്. സത്യമല്ലേ പറയുന്നത് നീ? സത്യമാണ് പറയുന്നത്. അച്ഛനോ? അദ്ദേഹം എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അശ്വിനി, അത് നീയാ പറയേണ്ടത്. പറയാം. ശരി, വാ. ഇദ്ദേഹം എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. അശ്വിനി, എന്താ മോളെ ഉറങ്ങാതിരുന്ന് ആലോചിക്കുന്നേ? ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ടെന്ന് മനസ്സിലാവുന്നില്ല അച്ഛാ. വാട്ട്? എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? കൂടെയുള്ളവര് എന്നെ ഇങ്ങനെ ചെയ്യുമ്പോ ഒരുമാതിരി ഹേർട്ട് ആവുന്നു. കേസ് ഓയിലിന്റെ കാര്യം മുതൽ വെക്കുന്ന പ്രശ്നമുണ്ടല്ലോ. എന്തു പറ്റി മോളെ? ഒന്നുമില്ല, ഓഫീസിലൊരു ചെറിയ പ്രശ്നം. അത് ശരിയായിക്കോളും. ഞാൻ ഉറങ്ങാൻ പോവാ. ഗുളിക കുടിക്കാതെ കിടക്കാൻ പോവാണോ? ഗുളിക കുടിക്കേ. അപ്പടി ഇദ്ദേഹത്തെ വിശ്വസിക്കാമോ ഇല്ലയോ?
മതി അച്ഛാ. ശരി, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. നന്നായി പുതച്ച് കിടന്നോ. സ്ലീപ്പർ. ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ. എല്ലാ പ്രശ്നത്തിനും കാരണം ഈ ബുക്കാ. ഇനി ഈ ബുക്ക് വേണ്ട. ഈ ബുക്ക് അങ്ങനെ അച്ഛന്റെ കയ്യില്? അപ്പൊ കാർത്തി പറഞ്ഞത് സത്യമാണല്ലേ? റോങ് പാസ്വേഡോ? എന്താ ചെയ്യുന്ന അറിയില്ല. ഓക്കെ, യെസ്. കണാസൻ ആത്മിക. വിടലേ വിടല്ലേ വിടരുത് കൊല്ലേ തിരക്കി കണ്ടുപിടിക്കേ കൊല്ലണം കുത്തി കീറണം കൊല്ലണം കൊല്ലേ കൊല്ലേ തിരക്കി പോകാൻ കുത്ത് കൊല്ലേ കൊല്ലണം അശ്വിനി,
എല്ലാ കാര്യങ്ങളും അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് വാ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അശ്വിനി, അശ്വിനി, എവിടെ പോയി? അശ്വിനി, എവിടെ പോയി കാണും? മാം, അങ്കിൾ അങ്കിൾ അങ്കിളോ? ഏയ്, ഇതുകൊണ്ടാ തുടക്കം മുതലേ ഞാൻ പറഞ്ഞത് ഈ കേസ് ഫയലിന്റെ പുറകെ നീ പോകരുതെന്ന്. ഇപ്പോ അന്യായമായിട്ട് നീ കാരണം ഒരു ജീവൻ പോയത്. എന്ത്? ഞാൻ കാരണോ? അതേടാ, നീ കാരണം തന്നെ. എല്ലാ പ്രശ്നത്തിനും നീയാണ് കാരണം. നിങ്ങൾ എന്തായി പറയുന്നേ? ഞാനാ കൊല ചെയ്തെന്നാണോ പറയുന്നേ? ഹലോ, ആരെങ്കിലും ചെയ്ത കൊലപാതകം എന്റെ തലയിലാക്കണോ? ഈ കേസ് ഫയൽ ഓപ്പൺ ചെയ്തത് മുതൽ ഇപ്പൊ വരെ നിങ്ങളുടെ രണ്ടുപേരുടെ മൂവിങ് വാച്ച് ചെയ്തോണ്ടിരിക്കുക. എന്ത്? കേസ് ഫയൽ എടുത്താ നിങ്ങൾ കുടുങ്ങുമെന്നുള്ള പേടിയാണോ? എന്താടാ കേസ് എന്നും പറഞ്ഞ്? ഈ കേസിന്റെ സീരിയസ്നെസ് അറിയാവോ? ഫസ്റ്റ് അശ്വിനി ആരെന്ന് നിനക്കറിയാവോ? അറിയോടാ നിനക്ക്? അവൾ എന്റെ അനിയത്തി ആത്മിക. ആരാ അത് ഈ സമയത്ത്? വായിക്കുന്ന ബുക്കായാലും നമ്മൾ എടുക്കുന്ന കേസായാലും അതിലുള്ളതെല്ലാം ഒരിക്കലും സത്യമാവണമെന്നില്ല കാർത്തി. എപ്പോഴും കുതിരയ്ക്ക് കണ്ണ് കെട്ടിവിടുന്നത് പോലെ സ്ട്രെയിറ്റ് ആയിട്ട് കാണുകയുള്ളൂ. കഥയ്ക്ക് മറുപക്കം ഉണ്ട് കാർത്തി. ആ ബുക്കിലുള്ളതുപോലെ എല്ലാരും ഇനി മരിച്ചിട്ടില്ല. എന്താ നടന്നേന്ന് വെച്ചാ, കൊടൈക്കനാലില് കാമണൂർ എന്ന ഗ്രാമത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. എല്ലാരെയും പോലെ ഞങ്ങളും വളരെ സന്തോഷത്തിലാണ് ജീവിച്ചത്. എന്റെ അച്ഛൻ, അമ്മ, എന്റെ അനിയത്തി ആത്മിക. ദേവത വന്നിതോ, മകളായി പിറന്നതോ, മിണ്ടുമീ നിലവൊന്നിൽ എൻ കയ്യിൽ ചേരുമോ, ചുണ്ടിൻ ചിരിയിൽ എല്ലാം മറന്നതോ, യുഗങ്ങൾ ജീവിക്കുവാൻ വരുന്നു, കൈവിരൽ കോർത്ത് ചെല്ലമകൾ നടക്കുമ്പോൾ ജീവിതാർത്ഥമെന്നും ഞാനും ഉണരും. ഇവളുടെ നോട്ടങ്ങൾ ഞാനെന്നിൽ കാണുന്നു, പിഞ്ചു കുഞ്ഞായി ഞാൻ 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 ഞാൻ. ദേവത വന്നിതോ, മകളായി പിറന്നതോ, മിണ്ടുമീ നിലവൊന്നിൽ എൻ കയ്യിൽ ചേരുമോ. കേട്ട് പുതുരാഗം കാതിൽ കേൾക്കാം മധുരിക്കുമേ. എൻ മകളെ, പെൺമകളെ, എന്റെ അമ്മയും നീയടി.
സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആത്മിക പട്ടിക്കുട്ടിയുടെ കൂടെ കളിക്കുകയായിരുന്നു. പപ്പി ഓടാതെ അച്ഛാ. പടി തെന്നി വീണ് തലയ്ക്ക് ക്ഷതമേറ്റു. എന്റെ അച്ഛന്റെ ഫ്രണ്ട് രാജേന്ദ്രൻ അങ്കിൾ ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു. നമസ്കാരം. ഇങ്ങ് തന്നേക്ക്. പിടി. എന്ത് പറ്റി ഇവൾക്ക്? ഒരു കുഴപ്പമില്ലാതെ ഓടിക്കളിക്കായിരുന്നു. പെട്ടെന്ന് തലയുടെ പിറകില് വേദനിക്കണമെന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അതാ അങ്ങേരോട് പറഞ്ഞ് താങ്കളെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. റിപ്പോർട്ട് എടുക്കുക. ആ ഓക്കെ. പേടിക്കാനൊന്നുമില്ല. ശരി സർ. ഞാനൊരു ടാബ്ലറ്റ് തരാം. അത് 15 ദിവസം കണ്ടിന്യൂസ് ആയി കൊടുക്കണം. 15 ഡേയ്സ് കണ്ടിന്യൂസ് ആ ടാബ്ലറ്റ് കൊടുക്കാൻ പറഞ്ഞു. അതിനുശേഷം ശരിയായില്ലെങ്കിൽ എനിക്ക് കോൾ ചെയ്യാൻ പറഞ്ഞിട്ടാ പോയത്. പക്ഷെ അതിനുശേഷം അവൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ലായിരുന്നു. നിങ്ങൾ പുറത്തു നിന്ന് ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, കണ്ണൊന്ന് കാണിച്ചേ. ആ. പെട്ടെന്നൊരു ദിവസം ആത്മിക അലർന്നത് കേട്ടു. ആത്മിക, ഞങ്ങൾ എല്ലാരും വളരെ ഭയങ്കര എന്താണെന്ന് നോക്കാൻ പോയി. ആത്മിക, എന്താ മോളെ? എന്ത് പറ്റി മോളെ? അവിടെ ഒന്നുമില്ലല്ലോ. എന്ത് പറ്റി? അവിടെ ഒന്നുമില്ല മോളെ. എന്താ മോളെ? എവിടെയാ? എന്താ? പേടിക്കണ്ട, ഒന്നുമില്ല. എന്ത് പറ്റി? അവിടെ ഒന്നുമില്ല മോളെ. ഒന്നുമില്ല, പേടിക്കണ്ട. എന്താ മോളെ? ഇവിടെ ഒന്നുമില്ലടാ. മോള് പേടിക്കണ്ട, ഒന്നുമില്ല മോളെ. ഒന്നുമില്ല. ഒന്നുമില്ല, ഒന്നുമില്ലെന്ന്. അവിടെ ഒന്നുമില്ല. ദാ നോക്ക്. എന്താ ഇതെങ്ങനെ? പെട്ടെന്ന് രാജേന്ദ്രൻ ഞങ്ങളെ വീണ്ടും വിളിച്ചു വരുത്തി. വരൂ സർ. നോക്ക് ഡോക്ടറെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ട് മയങ്ങുന്നുണ്ട്. എന്തോ പുതിയ പുതിയ അസുഖങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. അവൾക്കുണ്ടെന്ന് പറഞ്ഞു. എന്റെ പൊന്ന് പുറത്തു പോവാ. എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. എന്താടാ പ്രശ്നം? സീസോഫീനിയ. ആക്ച്വലി ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് അതിലെ ട്രാവൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ടെഡി ബിയർ എന്ന് വിചാരിക്കേ. നമ്മളെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് ജീവനില്ല. പക്ഷെ ആ കുട്ടിയെ വെച്ച് നോക്കുമ്പോൾ അതിന് ജീവനുണ്ട്. ബൊമ്മയെക്കുറിച്ച് മാത്രമല്ല, മനസ്സിലുള്ള ഭയത്തിന് പോലും ജീവനുണ്ടാകും. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തലവേദന ഉണ്ടാകും, കണ്ണുവേദന ഉണ്ടാകും, റണ്ണിങ് നോസ്, ഇതെല്ലാം കുട്ടിക്ക് വന്നിട്ടുണ്ടാകും. ആം ഐ റൈറ്റ്? അതെ അങ്കിൾ, അവൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന എടുക്കുന്നെന്ന് പറയും. പക്ഷെ ഞങ്ങൾ അത്രയ്ക്ക് കാര്യമൊക്കെയില്ല. എന്താടാ ഇത്? ഇത് തന്നെയാ വലിയ പ്രശ്നം. ഇത് സാധാരണയായിട്ട് കാണരുത്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം ഇതാന്ന് മനസ്സിലായില്ലേ? അതെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങണം. നന്നായിട്ട് കേക്ക്. കുട്ടിയെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. ഓക്കെ? വീട്ടിനുള്ളിൽ തന്നെ നിർത്തി നോക്കണം. പിന്നെ ഞാൻ കൊടുത്ത മെഡിറ്റേഷൻ ചെയ്യണം. ശരി. ബാക്കിയെല്ലാം ഫോണിൽ പറയാം. സെമിനാറിന് വേണ്ടി ബാംഗ്ലൂരേക്ക് പോവാ. 2 ഡേയ്സിൽ വരാം. റെസ്റ്റോറന്റ് ടേക്ക് കെയർ. ഓക്കേടാ, സൂക്ഷിച്ചോ. ശരി അങ്കിൾ. ബൈ. രാജേന്ദ്രൻ അങ്കിൾ 2 ഡേയ്സിൽ അവൾക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാ പോയത്. അവൾക്ക് പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ അന്ന് മുതലാ സംഭവിച്ചത്. പപ്പി, പപ്പി ഓടാതെടാ, നിക്കടേ. പപ്പി നിക്കടേ. പപ്പി, പപ്പി നിക്ക് പപ്പി. അമ്മേ, എന്താ പറ്റി? അച്ഛാ, എന്ത് പറ്റി? അവിടെ പറ്റി, കണ്ടത്. ചാരു? ആ സൈഡിലോട്ട് പോയി നോക്ക്. ഓക്കേ. ആത്മിക, 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 ആത്മിക. ആത്മിക. ആത്മിക, ഈ കൊച്ചു
വിളിച്ചത് ആത്മിക? എവിടെ പോയി? ആത്മിക 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 എവിടെ മോളെ? ആത്മിക ആത്മിക അച്ഛാ 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 എന്തുപറ്റി? അയ്യോ ഇതെന്താ മോളുടെ കയ്യിൽ മുഴുവൻ ചോര. ആത്മിക ആത്മിക മോളെ നോക്ക്. മോളെ മോളെ എന്തു പറ്റി? മോളെ എന്താ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്താ കാണിക്കുന്നേ? രണ്ടുപേരും വിടവളെ. വാ മോളെ. അച്ഛനും അമ്മയും അവളെ അടിക്കുന്ന എനിക്ക് കണ്ടേക്കാൻ കഴിയില്ല. ഉടനെ തന്നെ ഞാൻ എന്റെ റൂമിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ എനിക്ക് ശരിക്കും ഷോക്കായി അവൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിയെന്നുള്ളത്. എന്താ ഒരു ശബ്ദം? ആരാത്? എന്താ അവിടെ ഒരു ശബ്ദം? ആരെങ്കിലും ഉണ്ടോ അവിടെ? അതെ അതെ ലത, എന്താണ് ശബ്ദം? ലത, എവിടെയാ നീ? ലത, 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 മോളെ, ഹലോ. ആ എന്താ എന്താ പറ്റിയ? അവൾക്ക് എന്താ പറ്റിയ? ആത്മിക വാട്ട്? അങ്കിൾ ആത്മിക അമ്മയും അച്ഛനെ കൊന്നു. ഓക്കെ, ഞാൻ വരാം. പെട്ടെന്നൊന്ന് വരൂ പ്ലീസ്. ഞാൻ വേഗം വരാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ഒന്ന് ഒരു പ്രശ്നമില്ല. ഞാൻ പെട്ടെന്ന് വേഗം വരാം. ഞാൻ ഉടനെ എത്താം. നിങ്ങൾ ഫോൺ വയ്ക്കും. ഞാൻ വരാം. അങ്കിൾ 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 ദാ അങ്കിളിന്റെ പുറകില്. അങ്കിൾ അങ്കിൾ എന്താ അങ്കിൾ ചെയ്യേണ്ടത്? എങ്ങനെയാ രക്ഷിക്കേണ്ടത്? എന്റെ അനിയത്തിയല്ലേ, കൊല്ലാൻ പറ്റുമോ? അവളെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാനും പറ്റില്ല. ഇനി എന്താ അങ്കിൾ ഒരു വഴി? എനിക്കിനി ആകെ ഉള്ളത് എന്റെ അനിയത്തി ആത്മിക മാത്രമാ. ഇവിടെ നോക്ക്, ആത്മീയെ ഒരു ക്ലീൻ സ്ലേറ്റ് ആക്കി മാറ്റണം. ക്ലീൻ സ്ലേറ്റ് എന്ന് വെച്ചാ? ഒരു വൈറ്റ് പേപ്പർ പോലെ. എന്ന് വെച്ചാ? ആ പേപ്പറിൽ നമ്മൾ എന്താണ് എഴുതുന്നത് അത് മാത്രമേ അവളെ മൈൻഡിലുണ്ടാവൂ. അതിന് നമ്മൾ ആദ്യം ഈ സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ആവണം. സെക്യൂരിറ്റിയാണ് ഈ കൊലയൊക്കെ ചെയ്തതെന്ന്
നമ്മൾ കേസിൽ മാറ്റി എഴുതണം. അയ്യോ അങ്കിൾ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് മാത്രം ഫോളോ ചെയ്യും. ഓക്കെ? ഓക്കെ. ചാരു, ആത്മികയുടെ അച്ഛനമ്മയും കൊല ചെയ്തത് സെക്യൂരിറ്റി ആണെന്ന് കേസ് മാറ്റി എഴുതണം. ഈ കാര്യം നടക്കുമെന്ന് ഈ നാട്ടിലേ ഇല്ല. അത് FIR രജിസ്റ്റർ ആവണം. ഓക്കെ? ഓക്കെ അങ്കിൾ. മൂർത്തി, മൂർത്തി, നീ എവിടെയാണ്? അന്ന് രാത്രി സെക്യൂരിറ്റിയാണ് അവരെ കൊല ചെയ്തതെന്ന് മാറ്റി അതിനുശേഷം ആത്മീകയെ ചെന്നൈ കൊണ്ടുവന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. നീ ചെയ്ത ജോലി കാരണം എവിടെ വന്ന് നിൽക്കുന്നേ നോക്ക്. അല്ല, ഞാനെന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തത് തെറ്റാണോ? എല്ലാം കണ്ടു തന്നെ അറിയാം. ഇറങ്ങ്. അല്ല, എന്താ ഇതൊക്കെ? അശ്വിനിയുടെ ശബ്ദമല്ലേ? ശബ്ദം ഉണ്ടാക്കാതെ എന്റെ പുറകെ വാ. അല്ല, വാ വാ. ആരാണ്? വേഗം വാ. വാ മേഡം, വേഗം വാ. ഇതെന്താ കഥ കൂട്ടിയിരിക്കുന്നത്? എന്താ മേഡം ഇത്? ഒച്ചയുണ്ടാക്കാതെ ആദ്യം നമുക്ക് ഇവിടുന്ന് വെളിയിൽ ഇറങ്ങണം. മേഡം, ഇത് നിങ്ങളുടെ വീടല്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റും നമുക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന്. വലിക്ക്, നന്നായിട്ട് വലിച്ചു തുറക്കാൻ നോക്ക്.
എന്തെങ്കിലും ചെയ്യ് കാർത്തി. അയ്യോ ദൈവമേ. തുറക്കാൻ പറ്റില്ല മാഡം, എല്ലാ സ്ഥലത്തും ആണി അടിച്ചു വെച്ചിരിക്കുക. ഇനി എന്ത് ചെയ്യാനാ? എങ്ങനെ വെളിയിൽ ഇറങ്ങും? മാഡം, അവൾ പോയെന്ന് തോന്നുന്നു. അവൾ അവിടെ ഇല്ല. വാ വെളിയിൽ ഇറങ്ങാം. ഹേ, വാ. ഞാൻ എന്തിനായി കേസെടുത്തെന്ന് അറിയില്ല മാഡം. മിണ്ടാതിരിക്കും. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ട് സെക്കൻഡ് ഹാഫിൽ ഇരുന്ന് കരയുന്നു. മാഡം, എനിക്കെങ്ങനെ അറിയാനാ എന്റെ ലവറിന് ഇത്രയും വലിയ ഫ്ലാഷ് ബാക്ക് ഉണ്ടാവുന്നു? എന്ത് ലവറോ? മാഡം, ദേ അങ്ങോട്ട് നോക്കിയേ. ചാരു, വാ വാ. അയ്യോ, ഗണ്ണ് എവിടെ പോയെന്ന് അറിയില്ലല്ലോ. എന്ത് ഗണ്ണോ? എന്താ നിങ്ങളുടെ അനിയത്തെ നിങ്ങൾ കൊല്ലാൻ പോവായിരുന്നോ? നീ വിചാരിക്കുന്ന പോലെ ഒരു ഷൂട്ടിംഗ് ഗണ്ണല്ല, അത് അനസ്തേഷ്യ ഗണ്ണ. ദാ നോക്ക് കാർത്തിക്, അതിനൊന്നും ഇപ്പൊ സമയമില്ല. ആദ്യം വെളിയിൽ ഇറങ്ങി സംസാരിക്കാം. ശരി, ഇവിടെ വേറെ വല്ല വഴിയുണ്ടോ പുറത്തേക്ക് കിടക്കാൻ? ഇല്ല, ഇവിടെ ആകെ ഒരു വാതിലേ ഉള്ളൂ. ശരി, നിങ്ങൾ വാ. അവൾ അവിടെ ഉണ്ടോ നോക്കിപ്പോ. അയ്യോ, ഇത് നോക്ക് മാഡം, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. വാതിൽ തകർത്തിട്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റൂ. വേറെ ഒരു വഴിയില്ല. എന്നെ വിശ്വസിക്കും മാഡം, ഞാൻ ഇപ്പൊ വരാം. കാർത്തിക്, നോ നോ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. നിക്ക്, ഞാൻ ഉടനെ വരാം. നിങ്ങളൊന്ന് വിശ്വസിക്കും. നോ, നോ, വേണ്ട കാർത്തിക്. നോ കാർത്തിക്. ഏയ് ഏയ് കാർത്തിക്, മാം, മാം, മാം. കാർത്തി, ഞാൻ ചെയ്ത പാപത്തിന് കിട്ടിയ ശിക്ഷയ.
ഇതിനെല്ലാം കാരണം എന്തായി പറയുന്നേ? എന്താണ് നടന്നതെന്ന് വെച്ചാ എന്റെ അനിയത്തി ആത്മികയുടെ ആ അവസ്ഥ കണ്ടിട്ട് ഞാൻ ചുമ്മാ ഇരുന്നില്ല. അവളുടെ റിപ്പോർട്ടെല്ലാം ഞാൻ എന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. അവൾക്കത് കണ്ടിട്ട് ഷോക്കായി. നിന്റെ അനിയത്തിക്ക് ഈ അസുഖം തനിയെ വന്നതല്ല, ആരോ വരുത്തിയതാണ്. അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ രാജേന്ദ്രൻ ഞങ്ങൾ കോൾ ചെയ്തു. ഹലോ ഹലോ അങ്കിൾ, എന്റെ അനിയത്തിക്ക് എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? അവൾക്ക് എന്ത് മരുന്ന് നിങ്ങൾ കൊടുത്തത്? അങ്ങനെ ഒന്നുമില്ല, അത് നോർമൽ ടാബ്ലറ്റാ, അതിനെ കൊണ്ടൊന്നും പറ്റില്ല. കള്ളം പറയരുത് അങ്കിൾ. നിങ്ങൾ പറയുന്ന കള്ളൊന്നും വിശ്വസിക്കാൻ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. എന്റെ ഫ്രണ്ടിന് റിപ്പോർട്ടെല്ലാം അയച്ചു കൊടുത്ത് എല്ലാ സത്യവും ഞാൻ മനസ്സിലാക്കി. ഇതെല്ലാം ഞാൻ അച്ഛനോട് പറയാൻ പോവാ. ഫോണ് വെച്ചോ. നിന്റെ അച്ഛനോട് മാത്രം പറയില്ലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. എന്താ? എന്നെ വിശ്വസിക്കേ, ഓക്കെ? നീ പെട്ടെന്ന് തന്നെ വാ. വാ, ഞാൻ നേരിട്ട് പറയാം. വാ, നിന്നോട് വരാനല്ലേ പറഞ്ഞത്, വാ. പ്ലീസ്, എന്റെ മൈൻഡ് മാറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ആദ്യം നീ വാ ചാരു, നമുക്ക് സംസാരിക്കാം. ഷിറ്റ്. ചാരു, അങ്കിൾ, എന്ത് ട്രീറ്റ്മെന്റ് എന്റെ അനിയത്തിക്ക് കൊടുത്തത്? എന്താ ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ? അങ്കിൾ, എന്താ ഇത്ര എമൗണ്ട്? ഈ ലോകത്ത് ഓരോന്നിനും ഓരോ വിലയുണ്ട് ചാരു. നീ എത്ര വേണേലും ചോദിക്കേ, ഞാൻ തരാം. പക്ഷെ എനിക്ക് നിന്റെ അനിയത്തിയെ വേണം, എന്റെ റിസർച്ചിന് വേണ്ടി. റിസർച്ചോ? എന്ത് റിസർച്ച്? സീസോഫിനിയയിൽ എഫക്റ്റ് ആവുന്നവരുടെ ബ്രെയിൻ ഡാറ്റാസ് എടുത്തിട്ട് വേറെ ആൾക്ക് വെക്കും. അതിനുശേഷം അത് വെച്ച് കഴിഞ്ഞാൽ അവരും ഈ ഡിസീസിൽ എഫക്റ്റ് ആവും. പിന്നെ അവർക്ക് മരുമരുന്ന് കൊടുത്ത് ക്യൂർ ചെയ്യും. പക്ഷേ എന്റെ ബാഡ് ലക്ക്, ഇതുവരെ ആ റിസർച്ച് സക്സസ് ആയില്ല. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് സക്സസ് ആവുന്നത് നിന്റെ അനിയത്തി ആത്മീയയിലൂടെയാ. അതെ, നിന്റെ അനിയത്തിയിലൂടെ. എന്റെ അനിയത്തിയോ? അതാണ് ഫാക്ട്. നിനക്കവൾ അനിയത്തിയാ, പക്ഷേ എനിക്കോ എന്റെ ഇൻവെസ്റ്റേഴ്സിനോ ഷീസ് എ ജസ്റ്റ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ. ഇതിൽ പേടിക്കാനൊന്നുമില്ല. നിന്റെ അനിയത്തിയുടെ വാല്യൂ നിനക്കറിയില്ല ചാരു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഈ റിസർച്ചിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായിരിക്കുക. ഒരുപാട് സമ്പാദിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഈ റിസർച്ച് സക്സസ് ആയാലുണ്ടല്ലോ, ഈ വേൾഡിലെ നമ്പർ 1 സൈക്കാട്രിസ്റ്റ് ഞാനായിരിക്കും. നമുക്ക് ഈ ലോകത്തുള്ള എന്തും നേടാം. അതിന് നിന്റെ അനിയത്തി പ്രധാനമാണ്. അങ്കിൾ പറയുന്ന വെച്ച് നോക്കുമ്പോ എനിക്ക് ശരിക്കും പേടിയുണ്ട്. അങ്കിൾ, അവിടെ ജീവന് ആപത്തൊന്നും വരില്ലല്ലോ? ഒരാപത്തും വരില്ല. ഈ റിസർച്ച് കഴിഞ്ഞ ഉടനെ നിന്റെ അനിയത്തെ തിരിച്ചു നൽകുന്നത് എന്റെ കടമയാണ്. നോ വറീസ്. അങ്കിൾ, ഞാനിപ്പോ നിങ്ങളെ വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം. അവള് ചെറിയൊരു കുട്ടിയാ. എത്രയും പെട്ടെന്ന് റിസർച്ച് നടത്താൻ പറ്റുമോ പെട്ടെന്ന് തന്നെ തീർക്കണം. ഇവിടെ നോക്ക് ചാരു, ഒരു കാര്യം ഓർത്തോ, നീയും ആത്മികയും എനിക്ക് മക്കളെ പോലെയാ. ഐ വിൽ ടേക്ക് കെയർ. ഈ റിസർച്ചിനെ കുറിച്ച് ആരോടും ഒന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ല, ഇൻക്ലൂഡിങ് യുവർ പാരൻസ്. പോയിക്കോളൂ. ഓക്കെ അങ്കിൾ. Hi Frank, ഒരു ഗുഡ് ന്യൂസ്. I got the sample. I will tell you shortly. Hi Frank. ഹായ് രാജ. We are almost done. സീസോഫീനിയ ഡിസീസിൽ എഫക്റ്റ് ആയ ആത്മികയുടെ ബ്രെയിനിൽ നിന്നും ഡാറ്റാസ് എടുക്കുന്നു. അത് എടുത്തിട്ട് ക്ലയന്റിന് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാം. യെസ്, പ്രൊസീഡ്. ഐ വിൽ ഷോ യു വെയിറ്റ്. മേലെയുള്ള ഈ റെഡ് കളറാണ് എഫക്റ്റ് ആയ ആത്മികയുടെ ബ്രെയിൻ.
ഈ ഭാഗത്തുള്ള ബ്ലൂ കളർ ഡിസഫക്റ്റഡ് പ്യുർ ആൻഡ് ക്ലീൻ ബ്രെയിൻ. ഫോർ എക്സാമ്പിൾ, ക്ലൈൻറ്റ് 1, ക്ലൈൻറ്റ് 2, ക്ലൈൻറ്റ് 3. ഈ എഫക്റ്റ് ആയ ബ്രെയിനിൽ നിന്ന് ഡാറ്റാസ് എടുത്ത് ഈ മെമ്മറി ബാങ്ക് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യാൻ പോവാണ്. സ്റ്റോർ ചെയ്ത ഈ ഡാറ്റാസ് എടുത്ത് അഗെയിൻ ക്ലൈൻറ്റ് 1, ക്ലൈൻറ്റ് 2, ക്ലൈൻറ്റ് 3 ഇവർക്കെല്ലാവർക്കും അത് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ ക്ലയൻസിന് എല്ലാവർക്കും ഈ ഡിസീസ് ബാധിക്കുന്നതായിരിക്കും. പിന്നെ എന്താ, ഈ ലോകത്തിൽ ആർക്കും ഈ ഡിസീസ് മാറ്റാനുള്ള മരുന്നുണ്ടാകില്ല, നമുക്കല്ലാതെ. വാട്ട് മോർ, ഗ്ലോബലി, വേൾഡ് വൈഡ് നമ്മുടെ ബിസിനസ് ഒരുപാട് വലുതാകും. Yeah, as a good project. We can start immediately. ഓക്കെ ഡോട്ട്. എന്റെ അങ്കിൾ അവളെ റിസർച്ചിന് വേണ്ടി Ma'am? യൂസ് ചെയ്തു. Ma'am? അതിന്റെ കാരണക്കാരി ഞാനും കൂടെ. മാം, അശ്വിനി, 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 അശ്വിനി. എല്ലാത്തിനും ഞാനാ കാരണം. ആ കേസ് പോലെ ഞാൻ എന്തിനു നിനക്ക് തരണം? ആ ബുക്ക് ഞാൻ എന്തിനു നിനക്ക് ഗിഫ്റ്റ് ചെയ്യണം? ഞാൻ ഇതൊന്നും ചെയ്യാതിരുന്നിരുന്നെങ്കിൽ നീ എന്റെ അശ്വിനായിട്ട് തന്നെ എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നില്ലേ? അയ്യോ,